പ്രീമിയം ബ്രാൻഡുകൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 8 സീക്രട്ടുകളാണ് ഈ വീഡിയോൻ്റെ കണ്ടന്റ്. ഈ വീഡിയോക്ക് പ്രചോദനമായിട്ടുള്ളത് നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, ഒരു സജഷനാണ്. സ്പേസ് 30 എന്ന അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള സജഷനാണ്. പ്രീമിയം ബ്രാൻഡുകൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നുള്ളത്. പ്രീമിയം ബ്രാൻഡുകൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പ്രീമിയം കസ്റ്റമേഴ്സ് എന്നുള്ള സെഗ്മെൻറ്റിനെ കുറിച്ചാണ്. കറക്റ്റായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രീമിയം ബ്രാൻഡുകൾ ടാർഗറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റ് തന്നെ പ്രീമിയം ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ പ്രൊഡക്റ്റിനെയും മനസ്സിലാക്കണം, അതേപോലെ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻസിനെ കുറിച്ചും മനസ്സിലാക്കണം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പല തരത്തിലുള്ള കസ്റ്റമർ സെഗ്മെൻറ്റേഷൻസ് ഉണ്ട്. ഒരു പിരമിഡ് ലെവലിലേക്ക് നമുക്കിതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് കസ്റ്റമേഴ്സ് കാരണം എപ്പോഴും അവർ പ്രൈസിലേക്കാണ് നോക്കുക, പ്രൈസ് ടാഗിലേക്ക് നോക്കിയിട്ടാണ് പർച്ചേസ് ഡിസിഷൻസ് എടുക്കുക. അതാണ് എക്കണോമിക് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. ബഹുഭൂരിപക്ഷം കസ്റ്റമേഴ്സും എക്കണോമിക് സെഗ്മെൻറ്റാണ്. 50% ഓഫ് ഓൾ കസ്റ്റമേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ എക്കണോമിക് കസ്റ്റമേഴ്സ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു കസ്റ്റമേഴ്സാണ് ഒരു മിഡിൽ ക്ലാസ് എന്നുള്ളത്, മിഡിൽ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ്. മിഡിൽ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ് പറഞ്ഞാൽ പക്ക എന്ത് മാത്രമായിരിക്കില്ല, പ്രൈസ് ടാഗ് മാത്രമായിരിക്കില്ല. പ്രൈസ് ടാഗിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കൺസിഡർ ചെയ്യുന്നൊരു സെഗ്മെൻറ്റാണ് മിഡിൽ കസ്റ്റമേഴ്സ്. മിഡിൽ കസ്റ്റമേഴ്സ് ഒരു 30% മിഡിൽ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും 80% എന്താണ് സാധാ കസ്റ്റമേഴ്സോ മിഡിൽ കസ്റ്റമേഴ്സോ എക്കണോമിക് കസ്റ്റമേഴ്സോ ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെയാണ് പ്രീമിയം കസ്റ്റമേഴ്സ് വരുന്നത്. പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചുള്ളൂ, 16% കസ്റ്റമേഴ്സ് ആയിരിക്കും പ്രീമിയം കസ്റ്റമേഴ്സ്. പ്രീമിയം കസ്റ്റമേഴ്സിന്റെ മുകളിലുള്ളത് ലക്ഷറി കസ്റ്റമേഴ്സ് ആണ്. ലക്ഷറി കസ്റ്റമേഴ്സ് വെറും 4% ആണ്. ഈ ലക്ഷറിയും പ്രീമിയം തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ലക്ഷറി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് തന്നെ ലക്ഷറിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ കസ്റ്റമർ ലക്ഷറി ആവണം എന്നില്ല. പ്രീമിയം പ്രൊഡക്റ്റുകൾ വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ കസ്റ്റമേഴ്സ് ലക്ഷറി ആവണമെന്നില്ല, പ്രീമിയം ആയാൽ മതി. അപ്പോൾ പ്രീമിയവും ലക്ഷറിയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ റോൾസ് റോയ്സ് ഒക്കെ ലക്ഷറി പ്രൊഡക്റ്റാണ്, എന്നാൽ BMW അല്ലെങ്കിൽ ബെൻസ് ഒന്നും ലക്ഷറി പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് പ്രീമിയം പ്രൊഡക്റ്റാണ്. അപ്പോൾ ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഈഗോ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് കാണിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലായിരിക്കും ലക്ഷറി പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാവുക. വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ, അതാണ് വളരെ ചെറിയൊരു ശതമാനം എന്നുള്ളത്. അപ്പോൾ ലക്ഷറി സെഗ്മെൻറ്റിൻ്റെയും മിഡിൽ ക്ലാസ് സെഗ്മെൻറ്റിൻ്റെയും ഇടയ്ക്ക് വരുന്നൊരു കസ്റ്റമർ സെഗ്മെൻറ്റാണ് ശരിക്കും പ്രീമിയം കസ്റ്റമർ സെഗ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അവരെ കറക്റ്റ് ആ ഒരു സെഗ്മെൻറ്റിനെ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രീമിയം ബ്രാൻഡുകൾ മാർക്കറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ എക്സ്പീരിയൻസിന്, കൺവീനിയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. പ്രൊഡക്റ്റും അവർ നോക്കും, പ്രൊഡക്റ്റിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അത്ര തന്നെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അതിൻ്റെ ഒരു കൺവീനിയൻസ് എത്രത്തോളം ഉണ്ട്, യൂസ് ചെയ്യുമ്പോഴുള്ളൊരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്, കാണുമ്പോഴുള്ള ലുക്ക്, ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിലുള്ള 8 സീക്രട്സിലേക്ക് നമുക്ക് വരാം. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അപ്പുറത്തേക്ക് അവർ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുന്ന, കൺവീനിയൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് പ്രീമിയം സെഗ്മെൻറ്റ് എന്നുള്ളത്. നമ്മൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലും ഇത്തരത്തിൽ പ്രീമിയം സെഗ്മെൻറ്റുകൾ ഉണ്ടാവും. സർവീസിൻ്റെ കൂടെ തന്നെ ഒരു പ്രീമിയം സെറ്റപ്പും കൂടെ അതിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കയറി നോക്കിയാൽ, റെസ്റ്റോറൻറ്റ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ താഴെ ഒരു കോമൺ ഏരിയ ഉണ്ടാവും, മുകളിലൊരു AC ഒക്കെ ഉള്ളൊരു കുറച്ചും കൂടെ ഒരു പ്രീമിയം ഏരിയ ഉണ്ടാവും വലിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ. അത് എല്ലായിടത്തും നോക്കണം എന്താ വെച്ചാൽ ഇപ്പോൾ താഴെയുള്ള പ്രൈസിനെക്കാട്ടിയും കൂടുതൽ പ്രൈസിങ് ആയിരിക്കും മുകളിലുണ്ടാവുക. താഴെയുള്ള യൂസ് ചെയ്തിട്ടുള്ള ടേബിളിൻ്റെ അറേഞ്ച്മെൻറ്റിനെക്കാട്ടി ഒന്നും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും മുകളിലുണ്ടാവുക. താഴെയുള്ളതിനെക്കാട്ടിയുള്ള സ്റ്റാഫിലും ആ ഒരു ഡ്രസ്സിങ്ങിലും ക്വാളിറ്റിയിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ആളുകളുടെ എണ്ണവും കുറവായിരിക്കും. അവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്ലേറ്റുകൾ ഒക്കെ പ്രൈസ് കൂടിയ പ്ലേറ്റുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് സെയിം ആണ്, താഴെ കൊടുക്കുന്ന അതേ ഫുഡായിരിക്കും മുകളിലും കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ മാറ്റം വരുന്നത് ആ ഒരു ക്വാളിറ്റി ഓഫ് പ്രസൻറ്റേഷൻ, കൺവീനിയൻസ്, എക്സ്പീരിയൻസ് ആണ്. പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അത് പ്രീമിയം ആവുക. അപ്പോൾ പ്രീമിയം സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും അംബാനിമാരൊന്നുമല്ല, നോർമൽ ആളുകൾ തന്നെയാണ് അവിടെ വരുന്നത്. പക്ഷേ പ്രീമിയമാണ്. ആ പ്രീമിയം ആവണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ വരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഫാമിലിനായിട്ടും വരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും മുകളിൽ ഇരിക്കുന്നുണ്ടാവുക. ഫാമിലി തന്നെ അവരൊരു സ്റ്റാറ്റസ് തന്നെ പ്രീമിയം വാല്യൂ ചെയ്യുന്ന ഫാമിലീസ് മാത്രമേ മുകളിൽ ഉണ്ടാവുള്ളൂ, അല്ലാത്തവർ താഴെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ എക്സ്പീരിയൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും പ്രീമിയം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഇനീഷ്യലി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീമിയം കസ്റ്റമേഴ്സ് ആരാണ്, എന്താണെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് 8 സീക്രട്ടുകളെ കുറിച്ചാണ്. ഓരോ സീക്രട്ടുകളും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 8
സീക്രട്ടുകളാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ആൻഡ് ക്രാഫ്റ്റ്മാൻഷിപ്പാണ്. പ്രൊഡക്റ്റിലൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവും, പ്രൊഡക്റ്റിൽ അല്ലെങ്കിലും സർവീസിലാണെങ്കിലൊക്കെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റിയും ക്രാഫ്റ്റ്മാൻഷിപ്പും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഡിഗ്രി ഓഫ് ഡീറ്റെയിലിംഗ് നമുക്ക് വേണം പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യണമെടുത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ സാധാ പ്രൊഡക്റ്റ്, ഇപ്പോൾ മിഡിൽ ക്ലാസ്സിലേക്കുള്ള പ്രൊഡക്റ്റുകൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പാക്കേജ് ആണെങ്കിൽ ആ ഒരു പാക്കേജ് ജസ്റ്റ് ആ പാക്കേജിൻ്റെ അകത്ത് എന്തുണ്ടാവും, പ്രൊഡക്റ്റ് ഉണ്ടാവും, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇത് പ്രീമിയം ആവുന്ന സമയത്ത് ഈ പാക്കേജിൻ്റെ ക്വാളിറ്റി മാറും. പാക്കേജ് ആദ്യം ഒരു 10 രൂപേൻ്റെ പാക്കേജ് ആണെങ്കിൽ പ്രീമിയം ആവുന്ന സമയത്ത് അത് 50 രൂപേൻ്റെ പാക്കേജ് ആയിരിക്കും. ആ പിടിക്കുമ്പോൾ തന്നെ ആ എക്സ്പീരിയൻസിലൊക്കെ മാറ്റം വരുത്തുന്ന രീതിയിൽ ഒരു ക്വാളിറ്റി ഫീൽ വരും ആ പാക്കേജിന്. പിന്നെ ഇതിനകത്തൊരു കാർഡ് ഉണ്ടാവും, ആ കാർഡിൽ താങ്ക് യു കാർഡായിരിക്കും, താങ്ക് യു കാർഡ് ഉണ്ടാവും. ഇതിന് കൂടെ തന്നെ എന്തെങ്കിലും ഈ പ്രൊഡക്റ്റ് വിരിച്ചിട്ടുണ്ടാവുക നല്ല ക്വാളിറ്റി ക്ലോത്തിൻ്റെ അകത്തായിരിക്കും. അങ്ങനെ ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് തന്നെ ജസ്റ്റ് ആ പെട്ടിനുള്ളിൽ ഇടാതെ ആ പ്രൊഡക്റ്റ് കറക്റ്റ് ഇങ്ങനെ ഫിക്സായി നിൽക്കാൻ, പ്ലേസ് ആയി നിൽക്കാൻ ഒരു സംഭവം ഉണ്ടാവും. പിന്നെ തുറക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, തുറന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടാവും. ചില പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പോൾ ഈ നത്തിങ്ങിൻ്റെ പ്രൊഡക്റ്റുകൾ ഒക്കെ ആ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ ചിലപ്പോൾ സിംപ്ലിസിറ്റി, ഇപ്പോൾ ആപ്പിളിൻ്റെ കേസിലൊക്കെ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റൊക്കെ വളരെ സിമ്പിളാണ്, കുറേ ഇതൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ക്ലീനായിട്ട് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ മാത്രം ഉണ്ടാവും, ഒരു സൈഡിൽ ആപ്പിളിൻ്റെ ലോഗോ ഉണ്ടാവും. ഓരോരുത്തരുടെയും പെർസോണ ബേസ് ചെയ്തിട്ടൊക്കെ മാറ്റങ്ങൾ വരും. പിന്നെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അത്രയും കാലഘട്ടത്തിൽ ആളുകളുടെ ഉള്ളിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടും ഒക്കെ എടുക്കേണ്ട സ്റ്റെപ്പുകളിൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ കൃത്യമായിട്ടും ഈ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ്. ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതിൻ്റെ ഓരോ എഡ്ജുകളും അത്രയും ഫൈനായിട്ടും അക്യുറേറ്റും അതേപോലെ തന്നെ പ്രിസിഷനാണ്. ഏത് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും തമ്മിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയും ക്രാഫ്റ്റ്മാൻഷിപ്പും ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ ക്വാളിറ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളൊരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും. ആ കേസിൽ നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. എന്നാലും നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നിടത്ത് ആ ഒരു ക്വാളിറ്റി ക്രാഫ്റ്റ്മാൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഈ വീഡിയോ കാണുന്നത് ഒരു ബിസിനസ് ഓണറാണ് എന്നുണ്ടെങ്കിൽ അവിടെ നോക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ക്വാളിറ്റിയും അതേപോലെ ക്രാഫ്റ്റ്മാൻഷിപ്പും ഡീറ്റെയിലിങ്ങും കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സീക്രട്ട് എന്നുള്ളത്. രണ്ടാമത്തെ സീക്രട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് പ്രസൻറ്റേഷനിൽ ഒരു സെൻസ് ഓഫ് പ്രസ്റ്റീജ് കൊണ്ടുവരിക എന്നുള്ളത്. ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും പ്രീമിയം എന്നുള്ളത് പല കേസസിലും ഉണ്ടാവുക. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൽ ആ ഒരു സെൻസ് ഓഫ് പ്രസ്റ്റീജിയസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സ്റ്റാൻഡേർഡിനായിരിക്കും പലപ്പോഴും പല പ്രൊഡക്റ്റും വാങ്ങുന്നുണ്ടാവുക, പ്രീമിയം പ്രൊഡക്റ്റുകളൊക്കെ. ഒരു ഇന്ന തരത്തിലൊരു ബിസിനസ്, ഇപ്പോൾ B2B സെഗ്മെൻറ്റിലൊക്കെയാണ്, ബിസിനസ് സെഗ്മെൻറ്റിലേക്കാണ് നമ്മൾ സെല് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ളൊരു സ്റ്റാൻഡേർഡ്നെസ്സിൽ ആ ഒരു തരത്തിലുള്ള ഒരു പ്രസ്റ്റീജിയസ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് നിർബന്ധമാണ് എന്നുള്ള ലെവലിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആ ഒരു ഈഗോ സ്റ്റാറ്റസ് ആളുടെ മൈൻഡിൽ വർക്ക് ചെയ്യും. ഈ പ്രൊഡക്റ്റ് എനിക്ക് വാങ്ങണം എന്നുള്ള തീരുമാനം എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ മാർക്കറ്റിങ്ങിൽ ഈ ഒരു കാര്യം നമ്മൾ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിലൊക്കെ ജസ്റ്റ് ഒരു ചെയറേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പുഷ് ബാക്ക് ഉള്ള ചെയർ, ഓഫീസ് ചെയറുകളൊക്കെ അവിടെയൊക്കെ പലപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യം എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി പറയും. പക്ഷേ ഒരു CEO ചെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു മാനേജർ ചെയറൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രസ്റ്റീജ് എന്നുള്ളൊരു സാധനം കൂടെ അതിൽ നല്ലോണം ഉൾപ്പെടുത്തിയിട്ടാണ് പ്രീമിയം ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ ഉണ്ടാവുക. ഇരുന്ന് കഴിഞ്ഞാലുള്ള കാണുമ്പോഴുള്ള അപ്പിയറൻസും അല്ലെങ്കിൽ ആ ആൾക്ക് ഇരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം പ്രസ്റ്റീജിയസ് വാല്യൂ കൂടുന്നുണ്ട് എന്നുള്ള സെഗ്മെൻറ്റുകളൊക്കെ ഇതിൽ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സെൻസ് ഓഫ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് പ്രസ്റ്റീജ്, ഈഗോ സ്റ്റാറ്റസ് എത്രത്തോളം അതിൽ ഉണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അത് നമ്മളുടെ മാർക്കറ്റിംഗ് എഫേർട്ടിലേക്ക് ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, സീക്രട്ടാണ്. നമ്മളുടെ പ്രൊഡക്റ്റിൽ അലൈൻഡ് ആയിട്ടുള്ള ഇമോഷനെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുടെ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റണം. പലപ്പോഴും 3 തരത്തിലാണ് ഇമോഷൻസ് ഉണ്ടാവുക. ഒന്ന്, എന്തെങ്കിലും തരത്തിൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഹെൽത്ത് മീൻസ് ജസ്റ്റ് ഹെൽത്ത് പ്രൊഡക്റ്റുകൾ മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അവരെ പവറിനെ സ്വാധീനിക്കുന്ന ഘടകം നമ്മളുടെ പ്രൊഡക്റ്റിലുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇമോഷൻ സെഗ്മെൻ്റാണ്
ആണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തത് മണി ആയിരിക്കും. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അതുമൂലം ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ് ആയിട്ടോ അവർക്ക് ലഭിക്കുന്നുണ്ടാവാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓഫീസ് ചെയർ, CEO ചെയർ എന്നൊക്കെ പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, പവറും അതേപോലെ തന്നെ മണിയും നൽകുന്നത്. വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ നമുക്ക് നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൂടെ കൂടുതൽ ഗ്രോത്ത് ബിസിനസ്സിന് ഉണ്ടാവും എന്നുള്ളൊരു സെഗ്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ ഇമോഷണലി ഇത്തരത്തിലുള്ള സാധനങ്ങൾ. മൂന്നാമത്തെ സെഗ്മെന്റാണ് പലപ്പോഴും അപ്പിയറൻസിൽ ഉണ്ടാവുന്ന ഒരു സംഭവം. നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ഒരു ഉള്ളിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ കാണിക്കുക, സെൽഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയും. എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമുകളും സോഷ്യൽ മീഡിയകളൊക്കെ ഇത്തരത്തിലൊക്കെ വളരാനുള്ള കാരണം എന്ന് വെച്ചാൽ എല്ലാവരും സെൽഫ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ തരത്തിലുള്ളതാണ് എന്നുള്ളത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വെമ്പലാണ് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വരുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിനും ഇത്തരത്തിൽ അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും ഈ പ്രീമിയം കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിന് ആ തരത്തിൽ ഏത് ഇമോഷനാണ്, സെൽഫ് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഇമോഷനാണോ, അതല്ല അവരെ പവറിനെ സ്വാധീനിക്കുന്ന ഇമോഷൻസ് ആണോ, അവരിലേക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൊടുക്കുന്ന സംഗതിയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളുടെ പ്രീമിയം പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിൻ്റെ ഇത്തരത്തിലുള്ള ഏത് ഇമോഷനാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ ഇമോഷനെ സ്വാധീനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ, നമ്മുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും എക്സ്ക്ലൂസിവിറ്റി വാല്യൂ ഉണ്ടോ എന്നുള്ളത് ശ്രമിക്കുക. ഈ വാച്ച് ബ്രാൻഡുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, വളരെ കുറച്ച് പീസസ് ആ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് മൂലം ആ ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഓഫ് പ്രൊഡക്റ്റ് ഭയങ്കര വാല്യൂബിൾ ആയിട്ടും ഭയങ്കര പ്രീമിയം ആയിട്ടും അതിന് ഡിമാൻഡായിട്ടും കൂടുന്നത് കാണാം. അപ്പോൾ എല്ലാ കേസിലൊന്നും ഈ വാച്ച് പറഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും മാർക്കറ്റിൽ നമ്മളുടെ പ്രൊഡക്റ്റിന് ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാവും. എല്ലായിടത്തും കിട്ടുന്നതായിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത്. ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ പ്രൊഡക്റ്റിലുണ്ടാവും. അപ്പോൾ ആ സ്പെഷ്യാലിറ്റി ഉള്ള പോയിന്റ് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മൾ സെല് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ അക്സെപ്റ്റൻസ് കിട്ടും. ആ പ്രീമിയം ആളുകൾ എപ്പോഴും ആ എക്സ്ക്ലൂസിവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മളുടെ ബ്രാൻഡിൽ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അത് നമ്മളെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാലാമത്തെ സീക്രട്ട്. അഞ്ചാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അത്രയും കാലത്തെ ഒരു ഹിസ്റ്ററിയാണ്, ട്രസ്റ്റാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രീമിയം സെഗ്മെൻറ്റിൽ നമ്മൾക്കുള്ള എക്സ്പീരിയൻസ് പ്രീമിയം കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പോയിന്റാണ്, നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പല ബ്രാൻഡുകളും പ്രീമിയത്തിലേക്കാണ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ആ പ്രീമിയത്തിൽ തന്നെ നിലനിൽക്കാൻ പറ്റുന്നത് ഈ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സോഷ്യൽ പ്രൂഫുകൾ ഉണ്ടാവും. നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്ക് പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ നിൽക്കുന്ന പ്രൊഡക്റ്റ് മോഹൻലാൽ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ മാറി എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ആളുകളൊക്കെ, സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മളെ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാല്യൂ എന്താണ്, നമുക്കത് സെല് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം എല്ലാ കേസിലും മോഹൻലാൽ ആവണമെന്നില്ല. ആ നാട്ടിൽ ആ കസ്റ്റമറിനെ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രീമിയം ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നോർമലി നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന സെല്ലേഴ്സ് ഉണ്ടാവും, വീട്ടിലൊക്കെ വരുന്നത്. അപ്പുറത്തെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട്, അവരും വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുമ്പിൽ അത് ഇൻജെക്റ്റ് ചെയ്യിപ്പിക്കണം. ഇവരൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും നമുക്ക്, നമ്മുടെ ബ്രാൻഡിൻ്റെ ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു അട്രാക്ഷനും ഒരു അക്സെപ്റ്റൻസും കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആറാമത്തത്, ഐഡൻറ്റിറ്റി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ബ്രാൻഡിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ബ്രാൻഡിനും അത് വാങ്ങുന്ന കസ്റ്റമേഴ്സ് സെഗ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലൊക്കെ ഐഡൻറ്റിറ്റി ഉള്ള ആളുകൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മളെ ബ്രാൻഡ് എന്നുള്ളത്. പല പ്രൊഡക്റ്റുകളും അങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഐഫോൺ, നേരത്തെ പറഞ്ഞ ആപ്പിളിൻ്റെ കേസിലൊക്കെ ഒരു ബിസിനസ് ക്ലാസ് എന്നുള്ളൊരു സെഗ്മെൻറ്റ്, ഒരു ഐഡൻറ്റിഫിക്കേഷൻ അതിലുണ്ട്. അങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിൽ ഐഡൻറ്റിറ്റി ഉള്ള ആളുകളാണ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പ്രീമിയം ബ്രാൻഡുകൾ ചൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പലപ്പോഴും എൻ്റെ ഐഡൻറ്റിറ്റിക്ക് മാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ബ്രാൻഡുകളിലുള്ള മോഡൽസിനെ സെലക്ട് ചെയ്യണമൊക്കെ ആ ഒരു ഐഡൻറ്റിറ്റിനെ അലൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ബ്രാൻഡിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ അപ്പുറത്തേക്കുള്ള, നേരത്തെ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റിൻ്റെ അപ്പുറത്തേക്കുള്ള എക്സ്പീരിയൻസിന് വാല്യൂ ചെയ്തിട്ടാണ് പ്രീമിയം കസ്റ്റമേഴ്സ് വരിക എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ പ്രൊഡക്റ്റിൽ എക്സ്പീരിയൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് സീക്രട്ടിൽ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ആൻഡ് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു. അതൊരു ഘടകമാണ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എക്സ്പീരിയൻസിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമായിരിക്കും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിലിങ്ങും. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ എക്സ്പീരിയൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള, കൺവീനിയൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള എലമെൻസുകൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അത് ബേസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ പ്രീമിയം ഹോട്ടലുകളൊക്കെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാസ്റ്റായിട്ട് എന്തെങ്കിലും പാർക്കിംഗ്
കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ മാർക്കറ്റിങ്ങിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് എടുത്ത് പറയാന്നുള്ളതല്ല, നമ്മളെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റിലൊക്കെയുള്ള ഇമേജസിൽ ആ ഒരു പാർക്കിംഗ് ഉണ്ട് എന്നുള്ളത് കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതും കൂടെയാണ് ആ ഒരു സ്പേസിന്, ആ ഒരു റെസ്റ്റോറൻറ്റിന് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അവിടേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്നുള്ളതായിരിക്കും. ഇങ്ങനെ നമ്മളുടെ ബ്രാൻഡിൽ എന്താണ് ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള, കൺവീനിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എലമെൻസുകൾ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അത് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ നമ്മളെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ കാണിക്കുക, ഷോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എട്ടാമത്തെ അഥവാ ഫൈനൽ ആയിട്ടുള്ള ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകൾ പ്രീമിയം ആയിട്ടുള്ള ആളുകളൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കില്ല ചൂസ് ചെയ്യുക. ലോങ് ടേം ബെനിഫിറ്റ് കണ്ടിട്ടായിരിക്കും പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാം. ലോങ് ടേം ആയിട്ടുള്ളൊരു ക്വാളിറ്റി അതിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ റിലയബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് സാധനം പർച്ചേസ് ചെയ്യുന്നതിലൂടെ അപ്പോൾ ആവശ്യം നടക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിന് ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാവും. അത് യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന എന്തിന് നമ്മൾ ആ ആസ്കിങ് വൈ എന്നുള്ളൊരു കാര്യം നമ്മൾ മുന്നിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ വാങ്ങുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടാവും, ആ ഉദ്ദേശത്തിനൊരു ഉദ്ദേശം ഉണ്ടാവും, ആ ഉദ്ദേശത്തിനൊരു ഉദ്ദേശം ഉണ്ടാവും. ഓരോ സെഗ്മെന്റിലും അവർ പർച്ചേസ് ചെയ്യുന്നതിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവും, റൂട്ട് കോസുകൾ, റൂട്ട് റീസൺസുകൾ ഉണ്ടാവും. ഓരോ പർച്ചേസും ചെയ്യണത് ഇപ്പോൾ ഈവൻ അവർ റാൻഡായിട്ട് ഒരു കോഫി ഷോപ്പിൽ കയറി ചായ കുടിക്കുന്നതിൽ ആ കോഫി ഷോപ്പിൽ എന്തിന് കയറണം എന്നുള്ളതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ആ കോഫി ഷോപ്പിൽ അത്തരത്തിലുള്ള ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ക്വാളിറ്റി ഓഫ് തോട്ട്സുകൾ ഉണ്ടാകുന്നത്. ആ ക്വാളിറ്റി ഓഫ് തോട്ട്സുകളും ആ ഒരു തിങ്കിങ് സ്പേസും ഒക്കെ കിട്ടുമ്പോഴാണ് അവരുടെ ബിസിനസ്സിൽ, ഒരു ബിസിനസ്മാൻ ആണെന്ന് വിചാരിക്കാം, അവരുടെ ബിസിനസ്സിലേക്ക് ക്വാളിറ്റി ഓഫ് തോട്ട്സുകളും നല്ല ഐഡിയാസുകളൊക്കെ അപ്ലൈ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അത് കണക്റ്റഡ് ആയിക്കൊണ്ടായിരിക്കും അവളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക. ആ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ബേസ് ചെയ്തിട്ടായിരിക്കും ആളുടെ മൊത്തം കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവുക. ആളുടെ ഒരു ലൈഫ് വിഷന് അതിലേക്ക് സാധ്യത ആവുക. കേവലം ഒരു കോഫി ഷോപ്പിനെ കണക്ട് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് പലപ്പോഴും പല പ്രീമിയം പ്രൊഡക്റ്റുകൾ ഉണ്ടാവുക. അത് ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റി എന്നുള്ളൊരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഇത്ര അധികം പൈസ ആണെങ്കിൽ കൂടി ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അവിടേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളൊരു സംഗതിമേലാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, പ്രീമിയം കസ്റ്റമേഴ്സ് പ്രീമിയം പ്രൊഡക്റ്റിന് കൂടുതൽ പൈസ ചിലവാക്കാൻ സന്നദ്ധരാവണത്. അപ്പോൾ ആ ലോങ് ടേംനെസ് ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണ പൈസ കുറേ കാലത്തേക്ക് എൻ്റെ തലവേദനകളെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് എന്നെ ബെറ്റർ ആക്കുന്ന ഒരു ഡിസിഷനാണ് ഞാൻ വാങ്ങുന്ന പ്രൊഡക്റ്റ് എന്നുള്ളൊരു കാരണം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 8 സീക്രട്ടുകൾ, നമ്മൾ കുറേ സീക്രട്ടുകൾ പറഞ്ഞു, ഈ 8 സീക്രട്ടുകളിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സീക്രട്ടുകൾ അപ്ലൈ ചെയ്തുകൊണ്ട്, ഐഡിയാസുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ പ്രീ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രീമിയം ബ്രാൻഡിനെ സെല്ല് ചെയ്യാൻ ഒന്നും കൂടെ ഈസിയർ ആയിരിക്കും, അട്രാക്റ്റ് ചെയ്യിക്കാൻ ഒന്നും കൂടെ ഈസിയർ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ഒരു ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ ഇതിൽ ഷെയർ ചെയ്യാണ്. കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ആസ് എ വ്യൂവേഴ്സ് നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ചെയ്യാൻ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നെക്സ്റ്റ് ആയിട്ട് ഇടാം. കസ്റ്റമറിൻ്റെ സൈക്കോളജി മനസ്സിലാക്കുക, അതിലൂടെ ബിസിനസ്സിനെ വളർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കസ്റ്റമർ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.